कुंज विहारी जय राधा माधव जय कुंज विहारी जय गोपी जनवल्लभा जय गिरि वरदारी जय गोपी जनवल्लभा जय गिरि वरदारी यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यमुनतीर वनचारी यमुनतीर वनचारी कुञ्ज विहारी जय राधा माधव जय कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण राधे राधे सर्वं श्री राधा कृष्ण अर्पणमस्तु हरे कृष्ण ममै वंशो जीवलोके जीवभूत सनातन मनःषष्ट्याणि इन्द्रियाणि പ്രകൃതിസ്ഥാനി കർഷതി. അധ്യായം 15 7ാമത്തെ ശ്ലോകം. വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അധ്യായം 15 ശ്ലോകം 7. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഹരേ കൃഷ്ണ. അതിന്റെ അർത്ഥം ഹരേ കൃഷ്ണ. വായിക്കണോ പ്രഭു? എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തുക്കളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർ കഠിന അധ്വാനം ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. കൃഷ്ണന്റെ ഭാവാർത്ഥം കൂടെ വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർക്ക് ജയ്. ജീവസത്തയുടെ വ്യക്തിത്വം ഒഴിവാക്കുന്നു. ഈ ശ്ലോകം പരമപുരുഷന്റെ ചെറിയൊരംശമാണ് ജീവാത്മാവ് എന്നും അങ്ങനെ തന്നെയായിരിക്കും ബദ്ധാവസ്ഥയിൽ വ്യക്തിഗത ഭാവം കൈക്കൊള്ളുന്നതെന്നും മുക്തി നേടിയാൽ പരമപുരുഷനെ ലയിച്ച് ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുന്നുവെന്നും പറയുന്നത് ശരിയല്ല. ജീവൻ എന്നും അംശഭൂതനാണ്. സനാതന എന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. വേദങ്ങൾ അനുസരിച്ച് ഭഗവാൻ അനേകം വിസ്തരണങ്ങളിലൂടെ ആവിർഭവിക്കുന്നുണ്ട്. അവയിൽ പ്രാധാന്യമേറിയവയെ വിഷ്ണു തത്വമെന്നും രണ്ടാം തരമായ മറ്റുള്ളവയെ ജീവാത്മാക്കളെന്നും പറയുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ വിഷ്ണു തത്വമാണ് സ്വാംശയമെന്ന് പറയുന്നവ. വിഭിന്ന അംശങ്ങൾ ജീവാത്മാക്കളും. സ്വാംശങ്ങളിൽ ശ്രീരാമൻ, നരസിംഹം, വിഷ്ണുമൂർത്തി എന്നിവരും വൈകുണ്ഠഗ്രഹങ്ങളിലുള്ള പ്രധാന ദേവന്മാരും ഉൾപ്പെടും. വിഭിന്ന അംശങ്ങളായ ജീവാത്മാക്കൾ നിത്യദാസരാണ്. ഭഗവാന്റെ സ്വാംശങ്ങളാണ്. വ്യക്തിഗതമായ ദൈവതഭാവം എപ്പോഴുമുണ്ട്. അതുപോലെ വിഭിന്ന അംശങ്ങൾക്കുമുണ്ട് തനതായ വ്യക്തിത്വം. അംശങ്ങൾ എന്ന നിലയിൽ ജീവാത്മാക്കൾ ഭഗവത് ഗുണാംശങ്ങളെയും ഉൾക്കൊള്ളുന്നു. അവയിലൊന്നാണ് സ്വാതന്ത്ര്യം. വ്യക്തിഗത ആത്മാവെന്ന നിലയിൽ ഓരോ ജീവസത്തയ്ക്കും വ്യക്തിത്വമുണ്ട്. അതോടൊപ്പം പരിമിതമായ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ
ദുരുപയോഗപ്പെടുത്തുവാൻ ജീവൻ ബദ്ധാത്മാവായി തീരുന്നു. സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് വേണ്ടും വിധമാണെങ്കിൽ അവയിൽ നിന്ന് മോചനം നേടാം. ഏതു വിധത്തിലും പരമപുരുഷനെ പോലെ ജീവാത്മാവിന് ഗുണങ്ങളാൽ ശാശ്വതമുണ്ട്. മുക്തനായ ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിക്ക് അടിമയല്ല, മറിച്ച് അയാൾ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ ഏർപ്പെടുന്നു. ബദ്ധമായ ജീവിതത്തിൽ ആ ജീവൻ ഭൗതികമായ ത്രിഗുണങ്ങൾക്ക് വശപ്പെടുകയും അങ്ങനെ പ്രേമഭാരിതമായ ഭക്തിയുത സേവനം ചെയ്യാൻ മറന്നു പോവുകയും ചെയ്തേക്കാം. അതിന്റെ ഫലമായി ഈ ഭൗതിക ലോകത്തിൽ തന്റെ ജീവിതം നിലനിർത്താൻ ഏക ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടവരും. എല്ലാ ജീവാത്മാക്കളും മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല, ഭൗതിക പ്രപഞ്ചത്തെ ഭരിച്ചു പോരുന്ന ബ്രഹ്മ വിഷ്ണു ശിവാദികളും പരമപുരുഷാംശങ്ങളാണ്. അവരാരും ക്ഷണിക നേരത്തേക്ക് മാത്രം പ്രത്യക്ഷീഭവിച്ചവരല്ല, ശാശ്വതരാണ്. കർഷതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ബദ്ധനായ ജീവൻ ഇരുമ്പ് ചങ്ങലകളാൽ കെട്ടപ്പെട്ടതുപോലെ മിഥ്യാഹങ്കാരത്തിന്റെ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൗതികതയ്ക്ക് ജീവനെ മുഖ്യമായി പിടിച്ചിരിക്കുന്നത് മനസ്സു തന്നെ. മനസ്സ് സത്വഗുണ സമ്പന്നമായിരിക്കെ മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്യും. ഗുണഭാരിതമാണെങ്കിൽ അവന്റെ കർമ്മങ്ങൾ ക്ലേശകരങ്ങളായിരിക്കും. തമസിനടിപ്പെട്ടിരുന്നാൽ താഴ്ന്നതരം ജീവികളുടെ പദവിയിലേക്ക് നീങ്ങും. ഇന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെട്ട ഭൗതിക ശരീരം കൊണ്ട് ജീവാത്മാവ് സ്വയം ആവരണം ചെയ്തിരിക്കുകയാണെന്നും മോചനം നേടുമ്പോൾ ഈ കവചം നശിച്ച് ആത്മീയ ശരീരം അതിന്റെ വ്യക്തിഗതമായ കഴിവുകളോടെ പ്രത്യക്ഷപ്പെടുമെന്നും ഈ ശ്ലോകത്തിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. സ വ യേഷ ബ്രഹ്മനിഷ്ഠ ഇദം ശരീരം മർത്യം അതിസൃജ ബ്രഹ്മാദി സമ്പാദ്യ ബ്രാഹ്മണ പശ്യതി ബ്രഹ്മണോ ശൃണോതി ബ്രാഹ്മണീ വേദം സർവം അനുഭൂതി. ഒരാൾ സ്വശരീരം ത്യജിച്ച് ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കെ തന്റെ ആത്മീയ ശരീരം വീണ്ടും കൈക്കൊള്ളുന്നു. അതിലിരുന്നു കൊണ്ട് അയാൾക്ക് പരമപുരുഷനെ മുഖത്തോട് മുഖം കാണുവാനും സംവദിക്കാനും അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കുവാനും കഴിയും. വസന്തി എത്ര പുരുഷ സർവേ വൈകുണ്ഠമൂർത്തയെ എന്ന് സ്മൃതിയുണ്ട്. ആധ്യാത്മിക ലോകങ്ങളിൽ എല്ലാവരും ഭഗവാന്റേതുപോലെയുള്ള ശരീരമുള്ളവരാണ്. ശരീരഘടനയിൽ വിവിധ വിഷ്ണുമൂർത്തികൾക്കും ജീവാത്മാക്കൾക്കും തമ്മിൽ വ്യത്യാസമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ മുക്തനായ ജീവന് ഭഗവത് കരുണയാൽ ഒരു ആധ്യാത്മിക ശരീരം ലഭിക്കുന്നു. മാമൈവൈശ ഈ മാമൈവംശ എന്നതും വളരെ അർത്ഥവത്താണ്. പരമപുരുഷന്റെ ഒരു അംശം എന്നത് ഉടഞ്ഞ ഒരു ഭൗതിക വസ്തുവിന്റെ തുണ്ടുപോലെയുള്ളതല്ല. ആത്മാവിനെ തുണ്ടാക്കാൻ വയ്യെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭൗതികമായി മനസ്സിലാക്കാവുന്ന ഒന്നല്ല ഇത്. ഭൗതിക പദാർത്ഥങ്ങളെ മുറിച്ച് കഷ്ണങ്ങളാക്കാം, കൂട്ടിച്ചേർക്കുകയുമാവാം. ആ പദ്ധതി ഇവിടെ അനുയോജ്യമല്ല. സനാതന എന്ന സംസ്കൃത പദം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചെറിയ അംശം ശാശ്വതമാണ്. 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട്. സർവജീവികളിലും പരമപ്രഭുവിന്റെ ചെറിയ അംശങ്ങൾ ഉണ്ടെന്ന്. ദേഹിനോസ്മിൻ യഥാ ദേഹി. ഈ ചെറിയ അംശം ശരീരത്തിൽ നിന്ന് മുക്തനാവുമ്പോൾ മുൻകാലത്ത് പരമവ്യോമത്തിൽ ആധ്യാത്മിക ഗ്രഹത്തിൽ തന്റേതായിരുന്ന അഭൗമ്യ ശരീരം കൈക്കൊണ്ട് ഭഗവത് സന്നിധി പോകി ആനന്ദിക്കുന്നു. സ്വർണത്തരികൾ ഓരോന്നും സ്വർണം തന്നെ എന്നതുപോലെ ഭഗവത് അംശങ്ങൾ എന്ന നിലയ്ക്ക് ജീവസത്തുക്കൾ ഗുണം കൊണ്ട് ഭഗവത് സദൃശ്യങ്ങൾ തന്നെ എന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഈ ലോകത്തിലുള്ള സകലമാന ജീവബദ്ധരായ ജീവസത്തക്കൾ, എല്ലാ ആത്മാക്കളും എന്റെ അംശമാണ്, ഭഗവാന്റെ അംശമാകുന്നു. അപ്പൊ നമ്മൾ പേടിക്കാനില്ല അല്ലെ. അപ്പൊ ഭഗവാന്റെ അംശമാണ്. അപ്പൊ നമ്മൾ ആ ഭഗവാനിൽ തന്നെ എന്താ പറയാ, ആ പരിപൂർണമായി ഭഗവാനെ ശരണാഗതി പ്രാപിച്ചാൽ പ്രശ്നമില്ല. ഇല്ല, അല്ല എന്ന് മാറിയത് കൊണ്ടാണ് എനിക്ക് ഞാൻ എന്നുള്ള ആ ഒരു അഹംബോധം വന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് എന്താ പറയാ, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുൾപ്പെടെ ഉള്ള ആ 6 ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെ നമ്മളിൽ ഓരോ ശരീരത്തിൽ നമ്മൾ പ്രവേശിക്കുകയും നമ്മൾ അതിൽ കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുവാണ്. അപ്പൊ ഭഗവാൻ എന്തോ ചെയ്യണമെന്ന് അറിയോ?
ഭഗവാന്റെ എന്റെ ആ കുഞ്ഞാണ്, എന്റെ അംശമാണെന്ന് ഭഗവാനും കൂടെ നമ്മളെ കൂടെ വരുവാണ്. നമ്മളിപ്പോ എന്തോ നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം ഒരു പന്നിയായിട്ടാണ് അഴുക്കുചാലിൽ പോയി ജനിച്ച ഉടനെ ആ ശരീരത്തില് നമ്മുടെ കൂടെ ഭഗവാനും കൂടെ വരുന്നു എന്നുള്ളതാണ്. ഭഗവാനും കൂടെ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. നമ്മൾ അത് ചിന്തിക്കണം. എന്നിട്ട് എന്റെ കുഞ്ഞെ നീ വാന്ന് പറഞ്ഞ് നമ്മളെ കൂടെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കണ്ടുകൊണ്ടിരിക്കണം അല്ലെ. നമ്മൾ എന്തോ ചെയ്യണം? അപ്പൊ ശരിക്ക് ഭഗവാനെ വിശ്വസിച്ച് ഭഗവാൻ എന്ത് പറയുന്നു അത് നമ്മൾ അനുസരിക്കണം. ഈ ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ? അത് പാലിച്ചു കഴിഞ്ഞാല് നമ്മൾ തിരിച്ച് ഭഗവാൻ പറയുന്ന രീതിയിൽ അതില് വേറൊരു ശ്ലോകം 14:26 പറയുന്നുണ്ട്. മാംസയോ അവ്യവിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമദ്ദതി ഏതാൻ ബ്രഹ്മഭൂയ കൽപ്പതേ. അത് പറയുന്നു, ഏത് പരിതസ്ഥിതിയിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖം വരാം, സുഖം വരാം, പല കാര്യങ്ങളുടെ ഇടയിൽ ഇത് എന്തൊക്കെ വന്നാലും നമ്മൾ അണമുറിയാതെ, മീൻസ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാതെ. രണ്ടു ദിവസം മുന്നേ ഒരു മാതാജി കണ്ടായിരുന്നു, പ്രഭു പ്രഭു ഈ ഇതൊക്കെ ചെയ്തോ, കുഴപ്പമില്ല, ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് പട്ടാഴി അമ്മയും കൂടെ പോയി ഒന്ന് കാണണേ. പെട്ടെന്ന് ചിരി വന്നു. എനിക്ക് വളരെ സന്തോഷമായി. ആ മാതാജി അത്രയും പറഞ്ഞല്ലോ. അപ്പോ ഭഗവാനെ കുറിച്ച് തന്നെ പറഞ്ഞു. അപ്പോ ഇത് നമ്മള് പോകുന്ന വഴി ഡീവിയേഷൻ സംഭവിക്കരുത്. അതെങ്ങനെ ഇല്ല, നമ്മൾ ശരിക്ക് ഭഗവാനെ തന്നെ ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി ത്രിഗുണങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടും. ആക്ച്വലി നമ്മളെല്ലാം ഗുണത്തിന് അടിമകളാണ് അല്ലെ. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, ഈ 3 ഗുണങ്ങളും അതിക്രമിക്കും. അങ്ങനെ അതിക്രമിച്ച ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ പോകുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കണം, അവര് നിസ്സാരക്കാരിയല്ല ഈ ബ്രഹ്മത്തിൽ പോകുന്ന ആൾക്കാര്. അവര് ഇത്രയും കടമ്പകൾ കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്ന് കുറെ നാള് മിണ്ടാതെ അതിൽ ലയിച്ച് ഇങ്ങനെ സുഖമായിട്ട് ഒന്ന് വിചാരിക്കുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പണിയുമില്ല, ചുമ്മാ അതിലേക്ക് ചെന്നങ്ങ് ലയിച്ച് ആ പ്രകാശ വലയത്തിൽ ലയിച്ച് അവിടെ അങ്ങ് ഇരിക്കും. അപ്പൊ കുറച്ച് നമ്മൾ ചെയ്ത കുറച്ച് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഇവിടെ വരണം. പക്ഷെ ഭഗവാൻ പറയണു, ഈ ഭഗവത് ഭക്തിയുത സേവനത്തിൽ ലയിച്ച് നേരെ എന്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മളെ കൂടെ തന്നെ വരുന്നുണ്ട്. അതുപോലെ വേറൊരു ശ്ലോകം 15:15 സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനമഭോഗനംശ വേദേഷു സർവേരഹമേവ വേദ്യോ വേദാന്ത കൃത് വേദ വിദേഹ ചാഹം. 15:15 ഒന്ന് വായിക്കുമോ മാതാജി? ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 15. സർവസ്യ ചാഹം സന്നിവിഷ്ടോ മത്താ സ്മൃതിജ്ഞാനം അബോധനം ച വേദൈഃ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദ ഏവ ചാഹം. ഹരേ കൃഷ്ണ. അർത്ഥം? സർവജീവികളുടെ ഞാൻ വാഴുന്നു, ഞാൻ ആകുന്നത് എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു. അപ്പോ മറവിയും ഞാനാണ്, സ്മരണയും ഞാനാണ്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെയാണ്. ഈ വേദാന്തം ഉണ്ടാക്കിയതും ഞാൻ തന്നെ, ഈ വേദങ്ങളെ അറിയുന്നവനും ഞാൻ, എല്ലാം ഭഗവാനാണ്. അപ്പൊ എന്തിനാ സംശയിക്കുന്നത് അല്ലെ? വളരെ ഈസി. എല്ലാ കാര്യങ്ങളും ഈ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ അറിയേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചെറിയൊരു ബേസിക് ഒരു സിമ്പിളായിട്ട് ഞാന് എന്താ പറയാ, കുറച്ച് ഒരു ചെറിയൊരു സംഭവം പറയാം. ബേസിക് ആയിട്ട് ഒരു ചെറിയ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളിവിടെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതില്
നമ്മളിപ്പോ 3 രീതിയിലാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്. 3 രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർമ്മം, ജ്ഞാനം, ഭക്തി. അതിന് ശരി, ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ, ഇത് 3 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ആദ്യം ബ്രഹ്മൻ. ബ്രഹ്മൻ എന്ന് പറയുന്നത് നമ്മള് എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നതല്ലാതെ അതിന് എക്സാമ്പിൾ കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സൂര്യൻ. ഇപ്പൊ സൂര്യന് സൂര്യന്റെ പ്രകാശം നമ്മളിലേക്ക് വന്നടിക്കുന്നു അല്ലെ. അപ്പൊ പ്രകാശം തട്ടുമ്പോഴേക്കും നമുക്ക് പറയും സൂര്യൻ ഉദിച്ചു, അല്ലെങ്കിൽ സൂര്യന്റെ എഫക്റ്റ്. ശരിക്കും അതാണോ സൂര്യൻ? അല്ല. അപ്പൊ ആ ബ്രഹ്മ സാക്ഷാത് അതേപോലെയാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്കും ബ്രഹ്മൻ കഴിഞ്ഞാല് പരമാത്മാവ്. പരമാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വന്ന് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ സൂര്യനെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ സൂര്യനെ നോക്കുമ്പോ നമ്മൾ എന്ത് കാണുന്നു? ഒരു ചെറിയൊരു റൗണ്ട് ഗോളത്തിൽ നിന്ന് ഒരു പ്രകാശം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അതാണ് ആ പരമാത്മാവ്. നമ്മുടെ ഉള്ളിലും ഭഗവാനുണ്ട്, ആ പരമാത്മാവ് രൂപം ഉള്ളത്. ഇനി അടുത്ത പൊസിഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാൻ. ഭഗവാൻ എന്നുള്ള ആ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എന്ന് പറഞ്ഞാൽ ഈ സൂര്യഗ്രഹം, ഇപ്പൊ സയൻസും അവരെല്ലാം നോക്കുമ്പോൾ അവിടെ ഒരു ഗ്രഹം, കുറെ പാറ, മണ്ണ്, അതുവരെ അവർക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും കഴിഞ്ഞ് നമ്മൾ ശാസ്ത്രത്തിൽ നമ്മൾ ഈ ഭഗവത് ഭക്തിയുത സേവനം എത്തുമ്പോൾ നമ്മൾ ആ സൂര്യ ലോകത്തേക്ക് പോകുമ്പോഴേക്കും അതിന്റെ ഉള്ളിലൊരു സൂര്യൻ ദേവനുണ്ടെന്നും, സൂര്യന് ഭാര്യ, ഭർത്താവ് ഛായ, അതുപോലെ മക്കൾ യമൻ, യമി, അങ്ങനെ ഒരു വലിയൊരു സാമ്രാജ്യം ഉണ്ടെന്നും അവിടെ ആൾക്കാർ ജീവിക്കുന്നു. അവിടെ ഉള്ള ആ സൂര്യന്റെ തലത്തിൽ അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ തീയാണ്. അവര് നടക്കുമ്പോഴത്തേക്കും അവരുടെ ദേഹത്ത് നിന്ന് ഇങ്ങനെ അഗ്നി വരുന്ന കാര്യം. മീൻസ് ഓരോ ഗ്രഹങ്ങളിലും അതാത് ഗ്രഹത്തിന്റെ ക്വാളിറ്റി എന്തൊക്കെയുണ്ടോ അതായിരിക്കും അവരുടെ പഞ്ചലോക. നമ്മളിവിടെ ഭൂമിയില് ഇതായിരിക്കും 5 രീതിയിലുള്ള വായു, അഗ്നി, എന്നിട്ട് അതുപോലെ ഓരോ ലോകത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ളത് ആ കണ്ടന്റ് ആയിരിക്കും അത് ഉണ്ടാവുക. അതാണ് ഭഗവാൻ. അപ്പൊ നമ്മള് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിയെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ക്ഷേത്രത്തിൽ വരും, തൊഴും, അത്ര തന്നെ. അവിടെ പോകുമ്പോ ആ വിഗ്രഹം കാണും. പക്ഷേ അതിനുപരി ശാസ്ത്രം പഠിക്കുമ്പോൾ അങ്ങനെയല്ല, ആ വിഗ്രഹത്തിൽ നിന്ന് ഭഗവാനുമായിട്ട് റെസിപ്രിക്കേഷനും ഭഗവാന്റെ കഥകളും ഭഗവാനുമായിട്ടുള്ള ആ ലീലകളിൽ ഏർപ്പെടാൻ സാധിക്കും. അതാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു പൊസിഷൻ. അത് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്? ഹരേ കൃഷ്ണ. ആർക്കും ഒന്നും മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ, മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോഴേക്കും അടുത്തതാണ് നമ്മളിപ്പോ പറഞ്ഞ സർവസ്യ ചാഹം വിസന്യവിഷ്ടു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് ഞാനുണ്ട്. അപ്പോ സ്മരണയും ജ്ഞാനവും മറവിയും. അപ്പോ നമ്മളിപ്പോ മറന്നുപോയി, പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ എന്താ പറയുക എക്സാമിന് പോകുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന പഠിച്ചതാണ്, പക്ഷെ ആ സമയമായിട്ടുള്ള ഓർമ്മ വന്നില്ല. എന്തുകൊണ്ട്? ഭഗവാന്റെ ആ ഒരു ഭക്തി അല്ലെങ്കിൽ ഭഗവത് സേവനം ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഭഗവത് ഭക്തിയുത സേവനത്തിൽ വരാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും കുറച്ചുപേര് രാവിലെ കൂടുന്നു, ഭഗവാന്റെ ഭക്തിയുത സത്സംഗങ്ങളെ ഒരുമിച്ച് ഒരുപാട് ആചാര്യന്മാരിൽ നിന്ന് കേൾക്കുന്നു, പോകുന്നു. അതിലുപരി നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും കൂടെ അതിനൊരു അവസരം കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലും ഭഗവാന്റെ ആ കൃപ വരും. അപ്പൊ ഭഗവാൻ പറയുന്നത് സ്മരണയും മറവിയും ജ്ഞാനവും എല്ലാം ഞാനാണെന്ന്. ആ ഭഗവാനെ കിട്ടാത്തത് കൊണ്ടാണ്. എപ്പോ നമ്മള് സത്സംഗത്തിൽ വരാതിരിക്കുന്നു അപ്പൊ ഭഗവാൻ നമ്മളിൽ നിന്ന് മാറുമ്പോഴേക്ക് എന്ത് പറ്റും? നമുക്ക് ബുദ്ധിയും ഉണ്ടാവില്ല, സ്മരണയും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവരിക. കൊച്ചു കുട്ടികളെയൊക്കെ അലങ്കൃത മോള് കണ്ടില്ലേ, എന്നിട്ട് എന്തോ നന്നായിട്ട് കീർത്തനം പാടുന്നുണ്ട്, ശ്ലോകങ്ങൾ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കിട്ടുന്ന എല്ലാ സത്സംഗങ്ങളും രാവിലെ
വന്നിട്ട് ഓരോ ആൾക്കാരിങ്ങനെ ഫോൺ വിളിച്ച് കയറിക്കോളൂ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് ഞാനിങ്ങനെ പല ഡിവോട്ടീസിനെ വിളിക്കുന്നുണ്ട്. ആ ലിസ്റ്റ് എൻ്റെ കയ്യിൽ 100 പേരുടെ പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആവരുത്. നമ്മൾ സത്സംഗം എന്ന് പറഞ്ഞാൽ ആ സത്സംഗത്തിന് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞാല് ആ കുഞ്ഞുങ്ങൾ, വരും തലമുറയിലുള്ള കുട്ടികൾ ഒരു ഭഗവാന്റെ കൃപയില്ലാതെ അല്ലെങ്കിൽ ഭഗവത്സ്മരണ ഇല്ലാതെ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ, അവർക്ക് മുമ്പോട്ട് ചലിക്കാൻ പറ്റാതെ അവരുടെ ജീവിതം വളരെ എന്താ പറയാ, അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് നമ്മൾ തന്നെ ആവുമെന്നുള്ള അവസ്ഥ എത്തിക്കരുത്. അവർക്കൊരു നല്ല നമ്മള് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയും ഇതുപോലുള്ള സത്സംഗങ്ങളിൽ ഉൾപ്പെടുത്തുക. മറ്റുള്ള പുതിയ 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 ആൾക്കാരെ കണ്ടാലും വരൂ, സത്സംഗത്തിൽ വരൂ. ഇതുപോലുള്ള ഏത് സത്സംഗം കിട്ടിയാലും ആ അവസരം നമ്മൾ പാഴാക്കരുത്. കാര്യം ഒരു ഇടയ്ക്ക് പ്രഭുപാദിന്റെ ഒരു സത്സംഗത്തില് പ്രഭുപാദ് പറയണ്ടായി, നിറച്ച് ജനങ്ങൾ ഇങ്ങനെ ആൾക്കൂട്ടങ്ങളൊക്കെ നിറഞ്ഞിരുന്നപ്പോഴേക്കും പ്രഭുപാദ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നിറച്ച് ഭക്തരെല്ലാം കണ്ട് പ്രഭുപാദിന് ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷമായി. അപ്പൊ സംഘാടകരോടൊന്ന് പറഞ്ഞു ഒരു കസേര കൂടെ കൊണ്ടുവരാനായിട്ട്. ഇന്നലത്തെ സത്സംഗത്തിൽ കേട്ട ഒരു പോയിന്റ് ആയിരുന്നു. അപ്പൊ സംഘാടകൻ പറഞ്ഞു, സ്വാമിജി ഈ ഒരു പ്രോഗ്രാമിന് മാക്സിമം എല്ലാ ആൾക്കാരും ആയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു കസേരയുടെ വേണം എന്ന് പറഞ്ഞു. കാര്യം പിന്നെ സ്വാമിജി പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് സംഘാടകൻ ഒരു കസേര കൂടെ കൊണ്ടിട്ടു ആ ഒരു വേദിയിൽ. അപ്പോഴാ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെ നാരദ മഹർഷിയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു, അദ്ദേഹത്തിന് ഇരിക്കാനായിട്ടാണ്. അതുപോലെ വൃന്ദാവനിലെ ഇതുപോലെ ഒരു സത്സംഗം നടക്കുന്ന വേളയില് ഒരു മാതാജി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കസേരയിലേക്ക് നോക്കുന്ന കണ്ടു. അപ്പോഴേക്കും അവിടെ ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മാതാജി ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നല്ലോ, എന്തായിരുന്നു കാര്യം എന്ന് ചോദിച്ചു. മാതാജി പറഞ്ഞു, നമ്മുടെ ഈ സത്സംഗത്തില് സാക്ഷാൽ ഭഗവാൻ ഇവിടെ വിരാജമനാണ്, ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. സോ നമ്മുടെ എല്ലാ സത്സംഗങ്ങളിലും, ഈ കാണുന്ന സത്സംഗത്തിലും ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ തന്നെ സത്സംഗത്തിനെ കാണുക. സത്സംഗം മാത്രമേ നമ്മുടെ ഈ കലിയുഗത്തിലെ സംകീർത്തനം ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് കീർത്തനം ചെയ്യണം. അതാണ് ഈ കലിയുഗത്തിലെ ഹരിനാമ സങ്കീർത്തനം. ഇതി ഷോഡശനാംനാം കലി കൽമഷനാശനം നത്തത് പരതരോപായ സർവവേദേഷു കൃപ്ഷതേ. 16 അക്ഷരങ്ങൾ അടങ്ങുന്ന ഈ ഷോഡശ മന്ത്രം കീർത്തനം ചെയ്യണം, ഒരുമിച്ച് കൂടി, ഒത്തുകൂടി. അപ്പൊ ഇവിടെ സത്സംഗം രാവിലെ നടക്കുമ്പോഴേക്കും ചില മാതാജിമാര് പറയുന്നു, നിങ്ങൾ ഭയങ്കര സൗണ്ടും പ്രശ്നങ്ങളാണ്, അത് എനിക്ക് ശാന്തി വേണം, സമാധാനം വേണം, അതുകൊണ്ട് ഞാൻ ജപാ സമയമാവുമ്പോ ഞാൻ ലെഫ്റ്റ് ആയിട്ട് തനിയെ ഇരുന്ന് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ജോയിൻ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ സംഭവം ഇതാണ്, നമ്മുടെ കലിയുഗത്തില് ഭക്തരെല്ലാരും ഒരുമിച്ച് കൂടി നാമസങ്കീർത്തനം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് വരട്ടെ, അങ്ങനെ ഒരു അനുഗ്രഹം വരട്ടെ. അങ്ങനെ ചില ഡിവോട്ടീസും ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അത് രാവിലെ വരില്ല, അങ്ങനെ തനിയെ ജപിച്ചപ്പോഴേക്കും അവർക്ക് ആ സന്തോഷ സുഖം കിട്ടാതെ പിന്നെ തിരിച്ചിതിലേക്ക് വന്ന് ജോയിൻ ചെയ്തപ്പോൾ വളരെ സന്തോഷം കിട്ടിയ ഡിവോട്ടീസും ഉണ്ട്. സോ ഇതെല്ലാം നമ്മുടെ എന്താ പറയുക, എക്സ്പീരിയൻസ് ആണ്. ഇന്ന് പ്രഭുജി ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ചു നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.